ഞങ്ങൾ വളരെ സ്നേഹിച്ചിരുന്ന ഇപ്പോൾ കർത്താവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ KT ഈപ്പൻ, हम बड़े प्रेम करने वाला और अभी परमेश्वर में विश्राम करने वाला प्रभु के दास KT ഈപ്പൻ, താൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു വന്നു. उन्होंने अपना जीवन को परमेश्वर के सेवा के लिए समर्पण करके यहाँ आया. രണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു. സ്കൂളിൽ കൊടുക്കുവാൻ ഫീസിന്റെ സമയമായി, ഫീസ് ഇല്ല. दो बच्चे स्कूल में पढ़ाई कर रहे हैं, फीस देने का समय हो गया पर पैसा नहीं था. കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്നും ഇറക്കി വിട്ട് വെളിയിൽ നിൽക്കേണ്ടി വരികയാണ്. उन्हें बच्चों को स्कूल से बाहर निकाल दिया, वे बच्चे बाहर खड़े थे. രണ്ടോ മൂന്നോ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പപ്പായോട് വന്ന് പറഞ്ഞു, പപ്പ സ്കൂളിൽ ഫീസ് കൊടുക്കണം, കൊടുക്കാത്തത് കാരണം ഞങ്ങളെ വെളിയിൽ നിർത്തിയിരിക്കുകയാണ്. ये दोनों बच्चे आकर पप्पा से कहा, पप्पा जी 2 दिन से हम बाहर खड़ा है क्योंकि फीस अब तक जमा नहीं किया गया. പപ്പ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്, ലോകത്തിൽ ആരോടും ആവശ്യം പറയുക ഇല്ല എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഞാൻ ആയിരിക്കുന്നത്. अच्छे लोग आप जानते हैं करके पास्टर जी ने कहा, हम परमेश्वर की सेवा में हैं और हमने निर्णय लिया है हमारा जरूरतों किसी मनुष्य के सामने नहीं कहेंगे. നിങ്ങൾ അകത്തെ മുറിയിൽ പോയി പ്രാർത്ഥിക്ക്, ഈ ദൈവം പ്രവർത്തിക്കും, യേശു പ്രവർത്തിക്കും. आप भीतरी कोठरी में जाकर प्रार्थना कीजिए, हमारा परमेश्वर यीशु जरूर कार्य करेगा. അടുത്ത ദിവസം രാവിലെ തണുപ്പുള്ള അതിരാവിലെ സമയം ഒരു കിലോമീറ്റർ ഏകദേശം ദൂരമുള്ള സ്ഥലത്ത് നിന്നും ഒരു മനുഷ്യൻ ബന്ധപ്പെട്ട് ആ വീട്ടിൽ വന്ന് മുട്ടുകയാണ്. बड़ा ठंड के समय बोर में 1 किलोमीटर दूरी से दौड़कर आया एक व्यक्ति बड़ा बोझ के साथ आकर खटखटा रहा है इनके दरवाजा पर. താൻ പറഞ്ഞു, ഭയങ്കര ബേച്ചൈനീത, എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു, എന്നോട് ദൈവം പറഞ്ഞു ഇത് നിങ്ങളുടെ പക്കൽ എത്തിക്കുവാൻ ഒരു ചെറിയ കവറ് ആ പാസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് താൻ തിരികെ പോയി. पूरी रात बड़ा बेचैनी थी, नींद नहीं आया क्योंकि आपके हाथ में ये पहुंचाने के लिए प्रभु ने कहा है करके एक लिफाफा उसके हाथ में दे दिया. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആ കവർ താൻ തുറന്നു നോക്കിയപ്പോൾ തന്റെ 2 കുഞ്ഞുങ്ങൾക്കും ആ സ്കൂളിൽ അന്ന് കൊടുക്കേണ്ട കൃത്യം ഫീസ് ആ കവറിനകത്തുണ്ടായിരുന്നു. जब पास्टर जी वो लिफाफा खोल के देखा, वो दोनों बच्चों को स्कूल में जितना भर्ती करना है उतना ही पैसा उस लिफाफा में पाया गया. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ പലരും അത്യാവശ്യങ്ങളുമായി ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുകയാണ്. हो सकता होगा जरूर आप में से कई लोग वैसे ही बड़ा अवश्य भरी हुई अवस्था में है. ഈ ദൈവത്തെ നിങ്ങളിൽ ചിലർക്ക് വലിയ പരിചയമില്ല. हो सकता है आप इस परमेश्वर के साथ बड़ा परिचय नहीं है आपको. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ദൈവം മരിച്ച ദൈവമല്ല, മനുഷ്യൻ ഉണ്ടാക്കിയ ദൈവമല്ല. ഈ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയ മരിച്ച ഉയർത്ത യേശുക്രിസ്തുവാണ്. हम जो प्रचार कर रहे हैं ये परमेश्वर मरा हुआ नहीं, केवल वो नाम मनुष्यों के द्वारा उत्पन्न किया हुआ, परंतु ये परमेश्वर वही है जो मनुष्य को सृष्टि किया, मरा हुआ था, अभी सर्वदा जीवित है. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. परमेश्वर का वचन कहता है यदि तू विश्वास करेगा तो परमेश्वर की महिमा तू देखेगा. ഈ സന്ദേശം അവസാനിക്കുന്നതിന് മുൻപ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर ये प्रचार समाप्त होने के पहले आपका जीवन में अद्भुत चमत्कार करना चाहता है. ദൈവത്തിൽ വിശ്വസിക്കുക. मेरे प्रियो, परमेश्वर पर विश्वास कीजिए. ദൈവത്തിൽ വിശ്വസിക്കുവാൻ സയൻസ് പഠിക്കണമെന്നില്ല. परमेश्वर पर विश्वास करने के लिए विज्ञान की पढ़ाई की जरूरत नहीं. ദൈവത്തിൽ വിശ്വസിക്കുവാൻ എക്കണോമിക്സ് പഠിക്കണമെന്നില്ല. और परमेश्वर पर विश्वास करने के लिए हमें इकोनॉमिक्स की पढ़ाई की जरूरत नहीं है. ഈ വചനങ്ങൾ ദൈവത്തിന്റെ ദൈവവചനത്തിൽ ആധാരമായ ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. ഞങ്ങളും എപ്പോഴൊക്കെയോ ഈ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു. मेरे प्रियो, इन परमेश्वर का वचन जो आपके सामने प्रचार किया जा रहा है, ये सुनकर आप परमेश्वर पर आप विश्वास कीजिए. हम भी वैसे किसी के द्वारा सुना और विश्वास किया. ഈ ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ये परमेश्वर हमारा प्रार्थनाओं को सुनने वाला है. ജീവനുള്ള ദൈവമാണ്. ये जीवित परमेश्वर है. സ്നേഹമുള്ള ദൈവമാണ്. ये प्रेमी परमेश्वर है. അത്ഭുതം പ്രവർത്തിക്കുന്ന ये ദൈവമാണ്. अद्भुत युक्ति करने वाला है. നിത്യനായ ദൈവമാണ്. वो अनंत काल का पिता है. ये നമ്മളോട് परमेश्वर നേരിട്ട് സംസാരിക്കുന്ന ദൈവമാണ്. सीधे सीधे हमसे बातें करने वाला है. സാധാരണക്കാരായ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ ദൈവത്തിന്റെ
വചനം നിങ്ങളോട് പറയുകയാണ്. साधारण लोग हैं, हम आपके सामने इस परमेश्वर का वचन की घोषणा कर എന്നാൽ रहे हैं. സൃഷ്ടിതാവായ സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. मेरे प्रियो, आप जो सुन रहे हैं हमारा शब्द नहीं है, सृजनहार सृष्टि का मालिक जीवित परमेश्वर का वचन है. നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളുടെ ശക്തിയല്ല, അദൃശ്യനായ ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ് ഈ വചനത്തിലൂടെ നിങ്ങളുടെ അടുക്കൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. मेरे प्रियो, आप जो सुन रहे हैं उस वक्त हमारा बोली का ताकत नहीं आपके पास पहुंच रहा है. अदृश्य परमेश्वर जो है उसकी असंभव की जो सामर्थ्य है आपके पास आ रहा है. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയമാണ് ഈ സമയം. इसलिए मेरे प्रियो, आपका जीवन में बड़ा अद्भुत की आप इंतजार कीजिए, वक्त यही है. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയാണ്. मत्ती का सुसमाचार 6वां अध्याय में यीशु मसीह अपने चेलों को प्रार्थना करने के लिए सिखा रहा है. അതിന്റെ 12-ാമത്തെ വാക്യം മുതൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. 12वां पद इस प्रकार कहता है, और जिस प्रकार हमने अपने अपराधियों को क्षमा किया है वैसे ही तू भी हमारे अपराधों को क्षमा कर. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. और हमें परीक्षा में ना ला परंतु बुराई से बचा ले. വീണ്ടും 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. 14 पद, इसलिए यदि तुम मनुष्य की अपराध क्षमा करोगे तो तुम्हारा स्वर्गीय पिता भी तुम्हें क्षमा करेगा. ഈ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെ സ്ട്രൈക്ക് ചെയ്യുവാൻ സാധ്യതയുണ്ട്. 12वां पद से लेकर और 15वां पद तक मत्ती 6वां अध्याय जब हम ध्यान पूर्वक पढ़ेंगे, एक बात बार बार हमें आकर्षित करेगा. പരീക്ഷയിൽ കടക്കാരോട് ക്ഷമിക്കുന്ന കാര്യം പറഞ്ഞതിന് ശേഷം പരീക്ഷയിൽ കടക്കാതെ ഇരിക്കുന്ന കാര്യം പറഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. देखिए, हमारा अपराधियों को क्षमा करने के बाद वो बता रहा है हम बुराई से बचे रहे. അതിനുശേഷം വീണ്ടും പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിച്ചാൽ ദൈവം നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കും. फिर से बता रहा है, यदि तू दूसरों की अपराध क्षमा करेगा तो आपका स्वर्गीय पिता भी आपकी अपराधों को क्षमा करेगा. ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ കടക്കാരാണ്. मेरे प्रियो, हमें सबसे बड़ा बुराई की जो दिक्कत यही है, हमारा अपराधी लोग. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചേർത്ത് അവിടെ യേശു പഠിപ്പിക്കുന്നത്. इसलिए यीशु इन बातों को मिलाकर पढ़ा रहा है. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പരീക്ഷ എന്ന് പറയുന്നത് നമ്മളെ കാരണം കൂടാതെ ഉപദ്രവിക്കുന്ന, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ള പരീക്ഷ. सबसे बड़ा परीक्षा हमारा जीवन में यही होता है, हमारा विरोध में अपराध करने वालों को क्या हम माफ कर सकता है. ചിലർ ഒരേ ഭവനത്തിൽ താമസിക്കുന്നു, വർഷങ്ങളായി മനസ്സിൽ പരസ്പരം കയ്പാണ്, വിദ്വേഷമാണ്, സ്നേഹമില്ല. ऐसा कुछ लोग हैं एक ही घर में जीवन बिताते हैं, कई सालों से आपस में बातचीत नहीं किया, नफरत भरा हुआ मन है. ഒരേ ഓഫീസിൽ 20 വർഷമായി ജോലി ചെയ്യുകയാണ്, പരസ്പരം സംസാരിച്ചിട്ട് മാസങ്ങളായി, വർഷങ്ങളായി. लगभग 20 साल से मिलकर नौकरी कर रहे हैं, साल हो गया होगा, आपस में बातचीत नहीं करते. ഒരേ കോമ്പൗണ്ടിൽ താമസിക്കുകയാണ്, കണ്ണ് നേരിട്ട് കണ്ണിൽ നോക്കിയിട്ട് വർഷങ്ങളായി. एक ही सोसाइटी में उन लोग शायद रहते होंगे, आंख से देखते नहीं है, इनको देखने से वो अपना चेहरा मुड़कर चले ഒരേ പള്ളിയിൽ പോയി അടുത്തടുത്തിരിക്കുന്നവരാണ്, പക്ഷെ ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് വർഷങ്ങളായി. एक ही कलीसिया में जाने वाला अगल बगल की कुर्सी में बैठते हैं पर दिल खोलकर आपस में अब तक बात नहीं किया. പ്രിയമുള്ളവരെ, യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ
പരീക്ഷയിൽ ഒന്ന് മറ്റുള്ളവരുടെ കടങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുമോ എന്നുള്ള പരീക്ഷ. 12 परीक्षाओं में सबसे बड़ी परीक्षा जो यीशु सिखा रहा है वो यही है, हमारा अपराधियों का अपराध हम क्या क्षमा कर सकते നമ്മൾ हैं. നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷകളിൽ ഒന്ന് ഇതാണ്, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുമോ? क्या हम दूसरों को क्षमा कर सकता है? ये सबसे बड़ी परीक्षा जो हमारा जीवन. നമ്മൾക്ക് അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ യേശു ദൈവം നമ്മളുടെ പിഴകളെ ക്ഷമിക്കണം. यदि हम आशीष परमेश्वर से चाहते हैं तो उसके पहले हमारा अपराध परमेश्वर क्षमा करना चाहिए. നമ്മളുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കാതെ നമുക്ക് ഒരു വലിയ കെട്ടിടം കിട്ടിയിട്ടോ ഒരു വലിയ ശമ്പളം കിട്ടിയിട്ടോ ഒരു കാര്യമില്ല. यदि मेरे प्रियो हमें बड़ा बंगला मिले, बड़ा गाड़ी मिले, फिर हमारा पाप क्षमा नहीं हुआ, उससे क्या फायदा है? യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം? यीशु कहता है और पूछता है, क्या एक व्यक्ति पूरे संसार को अपनाने के बाद यदि अपना प्राण को खोएगा तो उससे क्या लाभ है? അതുകൊണ്ട് നമ്മളുടെ അനുഗ്രഹങ്ങളുടെ തുടക്കം ദൈവം നമ്മളുടെ പാപങ്ങളെ ക്ഷമിക്കണം. ओ मेरे प्रियो, हमारा आशीष का शुरुआत यही है, परमेश्वर हमारा अपराधों को क्षमा करना है. എങ്ങനെയാണ്, എപ്പോഴാണ് ദൈവം നമ്മളുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത്? कब परमेश्वर हमारा पापों को क्षमा करेगा? ഇവിടെ ഇതാ 2 തവണ എഴുതിയിരിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. यहाँ 2 बार लिखा है, यदि आप अपने अपराधियों का अपराध क्षमा करेगा तो आपका स्वर्गीय पिता भी आपकी अपराध क्षमा करेगा. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അവിടെ വീണ്ടും വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. यदि हमें समझ नहीं हुआ है तो फिर से लिखा है, यदि आप अपने अपराधियों को क्षमा नहीं करेंगे तो आपका स्वर्गीय पिता भी आपकी अपराध क्षमा नहीं करेगा. നമുക്ക് മറ്റുള്ളവരുടെ പിഴവുകളെ ക്ഷമിക്കുവാൻ തുടങ്ങാം. मेरे प्रियो, आज से शुरू करें, हमारा अपराधियों का अपराध क्षमा करें. യേശു നമ്മളുടെ പിഴവുകളെ അൺകണ്ടീഷണലായി ക്ഷമിച്ചതുപോലെ നമുക്ക് ഉപദ്രവം ചെയ്തവരെ, നമ്മളോട് വിദ്വേഷമുള്ളവരെ ഹൃദയപൂർവ്വം നമുക്ക് അവരോട് ക്ഷമിക്കാം. मेरे प्रियो, जैसा परमेश्वर ने हमारा अपराधों को क्षमा किया है, उसी प्रकार हम भी दूसरों के अपराध क्षमा करें. പരീക്ഷയിൽ അകപ്പെടാതെ ഞങ്ങളെ വിടുവിക്കണമേ, ദുഷ്ടങ്കൽ നിന്ന് വിടുവിക്കണമേ. और हमें परीक्षा में ना ला और परंतु बुराई से बचा. ചിലതരം പരീക്ഷകൾ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ട പരീക്ഷകളാണ്. मेरे प्रियो, ये जो परीक्षा है हम इससे बचा रहना बड़ी जरूरत है. ആ പരീക്ഷകളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് അതിനൊരു സാധ്യത കൊടുക്കാൻ പാടില്ല. इन परीक्षाओं में हम फंसना नहीं चाहिए और इससे बचे रहना बड़ा जरूरत है. ആദമും ഹൗവയും ആദ്യ മാതാപിതാക്കൾ ഒരിക്കലും അവസരം നൽകരുതാത്ത പരീക്ഷയ്ക്ക് അവസരം നൽകിയതുകൊണ്ട് സകല മാനവജാതിയിലും പാപം കടന്നു വന്നു. आदम और उनकी पत्नी अपने जीवन में भी जब परीक्षा आया उसमें उन्हें फंसना नहीं चाहिए था. उन्होंने उस परीक्षा में गिर गया, इस कारण पूरे दुनिया में उनके द्वारा पाप फैल गया. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു എക്സ്കർഷന് പോയപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ച് 118 പേര്, കൃത്യമായ നമ്പർ അല്ല പറയുന്നത്, 18 പേര് ഈ വാട്ടർഫാളിൽ വീണിട്ടുണ്ട്, അടുത്ത് നിങ്ങളാകരുത്. हम हमारा पढ़ाई करने के समय में एक जगह में घूमने के लिए जब गए थे, वहां एक झरना था, वहां एक बोर्ड इस प्रकार है, 18 लोग यहाँ मर चुके हैं, 19वां आप ना हो. അപ്പോൾ നമ്മൾ പറയാ, ഇല്ല എനിക്കൊന്നും പറ്റത്തില്ല പറഞ്ഞ് തെന്നുന്ന ആ പാറയുടെ അവിടെ ചെന്ന് നിന്നിട്ട് നമ്മൾ സെൽഫി എടുത്തോണ്ടിരുന്നാലോ? मेरे प्रियो, ये बोर्ड पढ़ने के बावजूद भी यदि हम कहें हमें कुछ नहीं होगा करके हमारा पैर फिसलने वाला उस चट्टान पर खड़े होकर हम सेल्फी लेंगे तो ഒരു കാരണവശാലും അവസരം കൊടുക്കുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. मेरे प्रियो, किसी भी वजह से हम उस वक्त तक पहुंचना नहीं चाहिए. ഒഴിവാക്കേണ്ട പരീക്ഷ. ये परीक्षा है, हम इससे दूर रहना है. എന്നാൽ ജയിക്കേണ്ട ചില പരീക്ഷകളുണ്ട്.
ऐसा और कुछ परीक्षा है जिसके ऊपर हमें विजय प्राप्त करना है. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു പോകുന്ന ചില പരീക്ഷകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. याकूब की पत्रियां पहला अध्याय में हम ऐसा कुछ परीक्षाओं में होकर गुजरते हैं उसके बारे में लिखा है दूसरा पद में. ആ പരീക്ഷയിലൂടെ നമ്മൾ കടന്നു പോകുന്നതിന് ചില കാരണങ്ങളുണ്ട്. उन परीक्षाओं में हम गुजरने का कुछ कारण लिखा है उधर. അത്തരം പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നമ്മളുടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവി. जब तुम नाना प्रकार की परीक्षाओं में पढ़ो तो इसे पूरे आनंद की बात समझो, यह जानकर कि तुम्हारा विश्वास की परखे जाने से धीरज उत्पन्न होता है. ആ പരീക്ഷകളും അത്ര ഈസി ആയിട്ടുള്ള പരീക്ഷയല്ല. ये भी परीक्षा बड़ा आसानी से जीत नहीं सकता है. നമുക്കറിയാമല്ലോ, ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പരീക്ഷയുണ്ട്. हम जानते हैं जो सीए चार्टर्ड अकाउंटेंट का जो परीक्षा മാക്സിമം പെർസെന്റേജ് ജയിക്കുന്നത് 3%. 100 പേര് എഴുതിയാൽ 3 പേരെ ജയിക്കത്തുള്ളൂ. उस परीक्षा में यदि 100 लोग एग्जाम लिखेगा तो केवल 3 लोग मात्र पास हो सकता അല്പം है. ബുദ്ധിമുട്ടുള്ള പരീക്ഷയാ. वो थोड़ा दिमाग से करने वाला परीक्षा പക്ഷെ അത് है. ഒഴിവാക്കേണ്ട പരീക്ഷയല്ല. वो परीक्षा से दूर नहीं रहना है, बड़ा लिखना चाहिए. അത് എഴുതുമ്പോഴാണ് അത് പാസ്സാകുന്നത്. जब हम लिखेंगे तभी हम उससे विजय प्राप्त അത്തരം करेंगे. പരീക്ഷയെ പറ്റിയാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. इस प्रकार का एक परीक्षा है, हम याकूब की पत्री में पढ़ते हैं. അങ്ങനെയുള്ള പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് സ്ഥിരത ഉളവാക്കുന്നു. जब हम इस प्रकार की परीक्षाओं में होकर गुजरते हैं वो हम में धीरज उत्पन्न करता है. അങ്ങനെയുള്ള പരീക്ഷ അത് കടന്നു കഴിയുമ്പോൾ we are qualified to become something more than what we were before. हम इसके पहले जो थे उससे ऊंचा पद में पहुंचने के लिए इन परीक्षाओं की विजय हमें मदद करता है. അത്തരം പരീക്ഷകൾ കടന്നു കഴിയുമ്പോൾ ദൈവം നമ്മളെ ഇതുവരെ ഉപയോഗിച്ച അധികമായ ചില ദൈവിക പദ്ധതികൾക്ക് വേണ്ടി, ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിനു വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ തുടങ്ങുന്നു. जब हम इस प्रकार की परीक्षाओं में गुजरकर उस पर विजय प्राप्त करते हैं तब परमेश्वर बड़ा अचंपा रीति में हमें अपनी सिद्ध इच्छा के अनुसार इस्तेमाल करना शुरू करें. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പരീക്ഷയിലേക്ക് കടക്കാതെ ഇരിക്കുവേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. यहाँ मत्ती 6वां अध्याय में हम पढ़ रहे हैं, प्रभु हमें परीक्षा में पढ़ने ना दें. ലോകം, പാപം, പിശാച് ഇത്തരത്തിലുള്ള പരീക്ഷകളെ നമ്മൾ ജയിക്കേണ്ടതാണ്, എതിർക്കേണ്ടതാണ്. संसार और हमारा पाप भरी शरीर और शैतान, इसको हमें सामना करना है और उनके द्वारा होने वाला परीक्षाओं में विजय पाना No है. compromise. ഒരു സാധ്യതയും നൽകുവാൻ പാടില്ല. किसी भी प्रकार इन तीनों से हम समझौता नहीं करना, कभी उन्हें मौका नहीं देना. ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് തെന്നുന്ന പാറയിൽ പോയി ഒരിക്കലും നിൽക്കുവാൻ പാടില്ല എന്നുള്ളതുപോലെ ഈ ലോകം, പാപം, പിശാചിന് യാതൊരു അവസരവും നൽകുവാൻ പാടില്ല. फिसलने वाला उस चट्टान पर खड़ा होना ही नहीं चाहिए. इस प्रकार संसार और शैतान और हमारा पाप की जो शरीर है इसके वर्ष में हम कभी अपने आप को नहीं सौंपना. അതുകൊണ്ടാണ് യേശു പഠിപ്പിക്കുന്നത്, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. इसलिए यीशु अपने चेलों को प्रार्थना सिखा रहा है और हमें परीक्षा में ना ला परंतु बुराई से बचाओ. ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളിൽ ഹ്യൂമിലിറ്റി ഉണ്ടായിരിക്കണം, താഴ്മയുണ്ടായിരിക്കണം. मेरे प्रियो, यदि इस प्रकार का प्रार्थना हमारा मुंह से आना है तो हम सचमुच नम्र व्यक्ति होना चाहिए. ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾക്ക് അനുസരണത്തിന്റെ സ്വഭാവം इस ഉണ്ടായിരിക്കണം. प्रकार का प्रार्थना केवल वही लोग कर सकता है जो आज्ञाकारिता जीवन बिताते हैं. അങ്ങനെ എക്സ്കർഷൻ പോകുമ്പോൾ ടീച്ചർ പറയും, ആ പാറയുടെ അടുക്കൽ ആരും പോരുത്. जब हमारा साथ ले जाने वाला टीचर जो हमें घूमने के लिए लेके गया वो हमको कहता है उस चट्टान के पास मत जाना. പക്ഷേ ഞാൻ ഓർക്കുക, ടീച്ചർ അങ്ങനെയൊക്കെ പറയും, ഞാനിപ്പോ കാണിച്ചു കൊടുക്കാം, ഞാനിവിടെ പോയി നിൽക്കും. टीचर को कहने देना भाई, वो जो बोल रहा है
हम वहां जाएंगे, खड़े होंगे, दूसरों को दिखाएंगे हम कौन है। ഇദ്ദേഹം പറയുന്നത് കേൾക്കണമെന്ന് എന്താ നിർബന്ധം? ये जो बोलता है इसे मानने की क्या जरूरत है जी? ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. मैं अपना मर्जी से चलूंगा ना वहां? അങ്ങനെയുള്ള ചിന്തകൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ऐसा जो सोच हमारा अंदर आने का दो मुख्य कारण है मेरे ഒന്ന് प्रिय। വിധേയപ്പെടാനുള്ള മനസ്സില്ലായ്മ. पहला अधीन में रहने का मन नहीं है हमारा। ടീച്ചറിനെ എന്നേക്കാൾ അറിയാമെന്നുള്ള സത്യം അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മ. जो अध्यापक है वो मुझसे जानकारी उनको ज्यादा है करके हम मानना नहीं चाहते हैं। രണ്ട് അനുസരിക്കുവാനുള്ള മനസ്സില്ലായ്മ. दूसरा आज्ञा मानने का मन नहीं। പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന് വിധേയപ്പെടാൻ മനസ്സില്ലാതിരിക്കുകയും താഴ്മയില്ലാതിരിക്കുകയും അനുസരണമില്ലാതിരിക്കുകയും ചെയ്താൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. यदि हम परमेश्वर के अधीन में नहीं रहेंगे, परमेश्वर के सामने नम्र होकर नहीं रहेंगे, परमेश्वर का आज्ञाकारिता जीवन नहीं बिताएंगे तो इस प्रकार का फिसलना गिरना हमारा जीवन में भी हो सकता है। ലോകത്തിന് പാപത്തിന് പിശാചിന് നമ്മൾ അടിമകളായി പോകുവാൻ സാധ്യതയുണ്ട്. हम संसार को, पाप को, शैतान की गुलाम बनने का संभावना है। ദൈവത്തിന്റെ വചനം പറയുന്നു ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. परमेश्वर का वचन कहता है तू ना संसार को और ना संसार की किसी वस्तुओं से प्रेम कर। ദൈവത്തിന്റെ വചനം പറയുന്നു പാപത്തോടെ പ്രാണത്യാഗത്തോളം നമ്മൾ എതിർക്കേണ്ടവരാണ്. वचन हमें सिखाता है मृत्यु तक आप पाप से लगातार संघर्ष करते रहना। ദൈവത്തിന്റെ വചനം പറയുന്നു പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. वचन हमें सिखाता है शैतान की सामना कर। നമ്മൾ ഇതിനെ എതിർത്തില്ലെങ്കിൽ, ഇതിനെ ജയിച്ചില്ലെങ്കിൽ ഇതിന്റെ കൺസിക്വൻസ് എന്താണ്? मेरे प्रियो, यदि हम ये संसार और शैतान और हमारा शरीर को सामना नहीं करेंगे, उस पर हम विजय नहीं पाएंगे, तो क्या है उसका परिणाम? അതിന്റെ കൺസിക്വൻസ് അതുകൊണ്ട് സംഭവിക്കുന്ന എറ്റേണൽ ഡെത്ത് ആൻഡ് എറ്റേണൽ പണിഷ്മെന്റ്. उसका परिणाम ये है अनंत काल का मृत्यु, क्योंकि अनंत काल का दंड पाएंगे। ലോകം, പാപം, പിശാച് എങ്ങനെയാണ് നമുക്ക് ജയിക്കുവാൻ കഴിയുന്നത്? कैसा हम संसार के ऊपर, पाप के ऊपर और शैतान के ऊपर विजय प्राप्त कर सकता है? 119 സങ്കീർത്തനത്തിൽ 11ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നതിലൂടെ നമ്മൾ പാപത്തിൽ നിന്ന് ഒഴിവുള്ളവരാകുന്നു. भजन संगीता 119 का 11 कहता है, मैंने तेरे वचन को मेरे हृदय में रख छोड़ा ताकि तेरे विरुद्ध में पाप ना करूं। 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 4ാമത്തെ വാക്യത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് പാപത്തെ, ലോകത്തെ ജയിക്കുവാൻ കഴിയുന്നു. पहला यूहन्ना 5 का 4 कहता है, संसार पर विजय पाने वाला वो यही है जो तुम्हारा विश्वास है। ലോകത്തെ ജയിച്ചിരിക്കുന്ന ജയമോ നമ്മളുടെ വിശ്വാസം തന്നെ. संसार पर जय प्राप्त होती है हमारा विश्वास से। നമ്മൾ പ്രാർത്ഥനയിലൂടെ ഈ പരീക്ഷകളെ ജയിക്കുന്നു. हम प्रार्थना के द्वारा इन परीक्षाओं के ऊपर विजय प्राप्त करते हैं। യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയിൽ ഗത്സമന തോട്ടത്തിൽ യേശു എന്താണ് ചെയ്തത്? यीशु मसीह के सबसे बड़ा परीक्षा भरी हुई घटना में यीशु क्या किया गेत्सेमने वाटिका में? ഇതാ നമ്മൾ വായിക്കുന്നു, ഗത്സമനയിൽ യേശു വീണു കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. हम इधर देखते हैं यीशु मसीह गेत्सेमने में मुंह के बल गिरकर प्रार्थना कर रहा है। ദൈവമായവൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ താനിതാ വീണു കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. परमेश्वर मनुष्य बनकर मनुष्य का रूप धारण करके आया, वो अभी मुंह के बल गिरकर प्रार्थना कर रहा है। പ്രിയമുള്ളവരെ, നമ്മൾ ഈ പരീക്ഷയെ ജയിക്കേണ്ടവരാണ്. मेरे प्रियो, हमारा बुलाहट है परीक्षाओं के ऊपर विजय पाना। ഈ പരീക്ഷയെ ജയിക്കുന്നതിനുള്ള മാർഗങ്ങൾ ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. इन परीक्षाओं के ऊपर विजय प्राप्त करने का तरीका वचन हमें साफ सिखाता है। നമുക്ക് ഈ പരീക്ഷയെ ജയിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ്, പരിശുദ്ധാത്മാവിലൂടെയാണ്. पवित्र आत्मा के द्वारा हम इन परीक्षाओं के ऊपर विजय प्राप्त कर सकता है। മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. मत्ती 4 का 1 में इस प्रकार लिखा है, तब उस समय आत्मा यीशु को जंगल में लेके गया ताकि इब्लीस उसकी परीक्षा
करे। If you are prepared spiritually, no Satan can defeat you. मेरे प्रियो, यदि आप परमेश्वर का आत्मा से भरी हुई जीवन बता रहा है तो आपको शैतान परीक्षा में लाने का कोशिश करेगा। വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശുവിന്റെ രക്തത്തിൽ, കുഞ്ഞാടിന്റെ രക്തത്തിൽ നമുക്ക് ജയിക്കുവാൻ കഴിയുന്നു. जब 12वां अध्याय 11वां पद प्रकाशित वाक्य का पुस्तक में हम देखेंगे तो यीशु मसीह का लहू के द्वारा हमें विजय प्राप्त होती है। നമ്മളുടെ സാക്ഷ്യ വചനം ഹേതുവായി നമ്മൾ ലോകത്തെ, പാപത്തെ, പിശാചിനെ ജയിക്കുന്നു. हमारी गवाही की वचन के द्वारा हम शैतान को, पाप को और संसार के ऊपर विजय प्राप्त कर सकता है। അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. वही ये प्रकाशित वाक्य 12 का 11 बता रहा है। എന്താണ് നമ്മുടെ സാക്ഷ്യ വചനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? क्या है मेरे प्रियो, हमारा गवाही का वचन क्या है? Complete submission to God. हमारा संपूर्ण समर्पण परमेश्वर के हाथों में। Complete commitment, पूर्णമായ സമർപ്പണം. हमारा जीवन को पूरी रीति से परमेश्वर के हाथों में समर्पण करना। യേശുവിനോടുള്ള പൂർണ്ണമായ വിധേയത്വം. यीशु मसीह के अधीन में अपने आप को समर्पण करना। അങ്ങനെ നമുക്ക് ഈ പരീക്ഷയിൽ വിജയിക്കുവാൻ കഴിയും. यदि हम ऐसा समर्पण करेंगे तो हम इस परीक्षा में विजय प्राप्त कर सकते हैं। ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് പരീക്ഷയിൽ തോൽക്കുവാനല്ല, സാത്താനെ ജയിക്കുവാനാണ്. मेरे प्रियो, परमेश्वर हमें इस संसार में इसलिए नहीं रखा है ताकि हम परीक्षा में हार कर शैतान के अधीन में हो जाएं, परंतु हम विजय पाकर शैतान के ऊपर हम जय पाए। ജഡത്തിന്റെ അഭിലാഷങ്ങളെ ജയിക്കുവാനാണ്. हमारा शारीरिक अभिलाषाओं के ऊपर विजय प्राप्त करने के लिए हम बुलाए हुए हैं। ലോകത്തിന്റെ മോഹങ്ങളെ ജയിക്കുവാനാണ്. और संसार की अभिलाषाओं के ऊपर विजय पाने के लिए बुलाया गया है। അങ്ങനെ ഒരു വിക്ടോറിയസ് സ്പിരിച്വൽ ലൈഫ്, അതാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. मेरे प्रियो, इस प्रकार की विजय भरी हुई एक जीवन प्रभु हमसे चाहता है। ലോകത്തിന്റെ മുൻപിൽ, പിശാചിന്റെ മുൻപിൽ നമ്മൾ തോറ്റുപോകേണ്ടവരല്ല, നമ്മൾ വിജയിക്കേണ്ടവരാണ്. और संसार के सामने, शैतान के सामने हम हारने वाला नहीं परंतु विजय पाने वाला है। Let us claim victory in the name of Jesus. आइए हम विजय की घोषणा करें यीशु के नाम में। പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ I can do all things through Christ who strengthened me. प्रेरित पौलुस कहता है, मुझे सामर्थ्य देने वाला यीशु के द्वारा मैं सब कुछ कर सकता हूं। നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. आइए हमारा आंखों को हम बंद करें, हम प्रार्थना करें।